ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഈവനിങ് പുറത്തോട്ട് പോകാൻ പോവാണ്. ഇന്ന് സൺഡേ ആണ്. നമ്മൾ എവിടോട്ടാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത് വഴിയെ കാണിച്ചിട്ട് ആദ്യം വണ്ടി കയറിട്ട് നമുക്ക് തന്നെ അറിഞ്ഞൂടല്ലോ എവിടെയാണ് പോണേ. അത് ശരിയാട്ടോ, നമുക്ക് അറിഞ്ഞൂടെ. എവിടെയെങ്കിലും പോകാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഇറങ്ങുന്നത്. വീട്ടിൽ ഇരുന്നപ്പോൾ തോന്നി ബോറടിക്കുന്ന എവിടെയെങ്കിലും പോയി. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് തോന്നും ഡെയിലി ഓഫീസിൽ പോകുന്നതാണ് നല്ലത്. കാര്യം ഇങ്ങനെ ബോറടിക്കൂലല്ലോ. അങ്ങ് റൂമിനകത്തൊക്കെ അങ്ങനെ ഇരുന്നില്ല തരപ്രാന്ത് പിടിച്ചണക്കിരിക്കുമ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ തോന്നും. നമ്മളെപ്പോഴും ലുലുവിലാണ് സാധാരണ പോവാറ്. പക്ഷെ എനിക്ക് ഇത്തവണ ലുലു പോവാൻ യാതൊരു താല്പര്യവും ഇല്ല. നമുക്ക് വെറൈറ്റി ആയിട്ട് എവിടെയെങ്കിലും അവസാനം ലുലുവിൽ ചെന്ന് വേണ്ട, ലുലു പോണ്ട. എപ്പോഴും ലുലുവിലല്ലേ പോകുന്നത്. ശംഖുമുഖത്ത് പോയാലും അവിടെ ആകുമ്പം കടലുണ്ട്. അവിടെ എത്തുമ്പം രാത്രി ആവൂലേ? അതിനിപ്പോ എന്ത്, ഒത്തിരി നേരം അവിടെ ഇരുന്നിട്ട് വരാം. ഒരു റൈഡ് ഇരിക്കാൻ സമ്മതിക്കൂലെന്നാണ് എനിക്ക് തോന്നണം. അവിടെ പോലീസ് 6:30 എല്ലാരെയും പറഞ്ഞു വിടും. 6:30? ഓ, ഇത് ഇതിന് കംപ്ലൈന്റ് ഉള്ളതാണ്. എന്ത് കുറവാണ്? കംപ്ലൈന്റ് ഉണ്ട് ഇതിന്. ചായ വിത്ത് ഒരു സാധനം. ഞങ്ങൾ കടലിലെത്തിയല്ലോ. അയ്യോ മുത്ത, എവിടെയെങ്കിലും നിർത്തും മുത്ത. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിൽക്കാം. ഒഴിഞ്ഞൊരു സ്ഥലം നോക്കട്ടെ. ചന്ദ്രൻ നോക്ക്. ചന്ദ്രൻ ആരും കണ്ടിട്ടില്ല. ഓ, നല്ല ഭംഗിയുണ്ട്. പോടേ, ഞാൻ ഇതുവരെ ഇങ്ങനെ വന്ന് നിന്നിട്ടേ ഇല്ല മുത്തേ ശംഖുമുഖത്ത്. എന്നെ ഇങ്ങനെയൊക്കെ കൊണ്ടുവരണ്ടേ? കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞില്ലേ? ആഹാ, നമ്മള് മറ്റേ ഇവിടെയാണല്ലേ വന്ന? എവിടെ? വേളിയിലാണല്ലേ വന്ന? വേളി പോയിട്ടുണ്ട് അവരോടെ, ഫ്രണ്ട്സിനോടെ. പക്ഷെ ഇവിടെ വന്നിട്ടേ ഇല്ല. ഇവിടെയല്ലേ മറ്റേ കടല് കയറിയിട്ട് ഇവിടം വരെയൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞു, ഇവിടെയൊക്കെ കയറുമെന്നൊക്കെ പറഞ്ഞു. മത്തി കിടക്കണോക്കാണ്. മത്തിയാ? മീനാണ്. പോടേ, മത്തി കുത്തി പായലല്ലേ പൊട്ട. എന്റെ വായിൽ വെച്ചെടുക്കണം മുത്തേ. ഇതാണ് നിനക്ക് എടുക്കാൻ അറിഞ്ഞൂടെന്ന് പറയണ. എന്തൊരു കഷ്ടം. എന്റെ മാത്രം സൂം ചെയ്തെടുക്കും. പോയാണ്. നല്ല രസമുണ്ട്. എന്തൊരു കാറ്റ്. ഇന്നിവിടെ കിടക്കാന്ന? ഓ, കിടക്കാം. ഈ വെട്ടമൊക്കെ എന്തിനെന്നറിയാമോ? ഈ അങ്ങറ്റം കാണുന്ന അത് ഫ്ലാറ്റ് ആണ്. നടക്കൂല, ഇത് നടക്കൂല. അന്ന് ഓർമ്മയുണ്ടോ പെരുമാതുറ പോയിട്ട് എന്നെ കുറെ പറ്റിക്കാൻ നോക്കിയത്? ഫ്ലാറ്റ് ആണ്. അല്ല, അത് കപ്പലാണ്. ഫ്ലാറ്റ് ആണ്. ആ പച്ച കളർ. അത് എന്തിനാണ്? കപ്പല്. ഇവിടെ കിടക്കണ ഓ, അങ്ങ് കാണണ അത് ഉണ്ട, അത് പെരുമാറാണ്. അത് പെരുമാറായിരിക്കും. അത് വേളി ബീച്ച് ആവേ ഉള്ളൂ. ഒരു കപ്പലിന്റെ ലൈറ്റ് ആണ്. കപ്പലാണത്. പണ്ടുണ്ടല്ലേ, പണ്ട് പെരുമാതുറ ബീച്ചിൽ പോയ ടൈമില് ചന്ദ്രൻ താഴെ വീണ്. എന്തൊരു ചളി. ചന്ദ്രൻ താഴെ വീണ് പോലും. പണ്ട് പെരുമാതുറ ബീച്ചിൽ പോയി ഇരിക്കുമ്പോ ഈ ലൈറ്റ് ഉണ്ട് ഇങ്ങനെ. ശരിക്കും ഞാൻ വിചാരിച്ചായിരുന്നു ഇത് ഫ്ലാറ്റ് അന്തരാണ്, അവിടെ ബിൽഡിംഗ് ഉണ്ട് എന്നൊക്കെയാണ് വിചാരിച്ചത്. അന്ന് അത്ര പൊട്ടിയായിരുന്നു ഞാൻ. ഇനിയും പറ്റിക്കല്ലോ. ഇല്ല, നടക്കൂല. ഇത് ഒരിക്കലും നടക്കൂല. പക്ഷെ ശരിക്കും അന്ന് കണ്ടപ്പോ തോന്നുന്നു ശരിയല്ലേ, കുറെ ബിൽഡിങ്. കപ്പൽ എന്തിനാണ് അവിടെ ഇട്ടിരിക്കുന്നതെന്ന് അറിയാം? മീൻ പിടിക്കേ. ഇത് ഇവിടത്തെ കപ്പലെന്നറിയാം? ഇവിടത്തെ അല്ലേ. ഇതിനപ്പുറം എന്തിനാണ്? കടല്. ദുബായ്. കപ്പൽ കയറി ദുബായിൽ പോണെന്ന് കേട്ടിട്ടില്ലേ? ഷോർട്ടേ ഇതിനകത്തെ കപ്പലിലാണ് കള്ളവണ്ടി കയറി പോണത്. തന്നെ അങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ? ലൈസൻസ് ഒന്നും വേണ്ട? അവിടെ ചെന്നിട്ട് ചെക്കിംഗ് ഒന്നുമില്ല? ചെക്കിങ് അവിടെ ചെന്നിട്ട് കള്ള പാസ്പോർട്ട് അടിക്കും. മറ്റേ സുരാജ് ഇരുന്ന് കള്ള പാസ്പോർട്ട് അടിക്കണ ഒരു സീനില്ലേ? ഈ കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്. നമ്മളത് ഉണ്ടാക്കണ കലാകാരനും. ഓർമ്മയില്ല. ഇവിടെയൊക്കെ കുറെ ഫുഡ് സ്പോട്ട് ഉണ്ട് കേട്ടോ. ഭയങ്കര ആംബിയൻസ് ആയിരിക്കും. പക്ഷെ ഫുഡ് വായിക്കുള്ളൂ. ഫുഡ് ചിലപ്പോൾ കൊള്ളൂലായിരിക്കും.
ചില സ്ഥലത്ത് ആംബിയൻസ് കാണൂല, പക്ഷെ നല്ല അടിപൊളി ഫുഡായിരിക്കും. കൈ കഴിയണം. തിന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോകാൻ തോന്നുന്നു. അതാണ് വേറെ. അതുകൊണ്ടാണ് നമ്മൾ തിന്നാനായിട്ടല്ലാതെ വന്നത് ഇത്തവണ. നമ്മൾ സാധാരണ എവിടെ പോണെങ്കിലും തിന്നാൻ കണക്കാക്കിയാണ് തിന്നാലേ പോയിട്ടുള്ളൂ. ഇങ്ങനെയൊന്നും വന്ന് നിന്നിട്ടേ ഇല്ല. എനിക്ക് അങ്ങനെ ആഗ്രഹം വന്നിട്ടില്ല. പക്ഷെ എന്തോ ഇന്ന് എനിക്ക് ലുലുവിലൊന്നും പോകണ്ട, എവിടെയെങ്കിലും വെറുതെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം. ലുലുവിൽ പോയാൽ ആദ്യം സൂപ്പർ മാർക്കറ്റിൽ കയറി എന്തെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് മേളിൽ കയറി എല്ലാം മേടിച്ച് തിന്നുക, പോവാന്ന് പറയാം നേരെ വീട്ടിൽ വരെ കിടന്നു. ഇന്ന് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു.